നമസ്കാരം. CPM ഇപ്പോൾ പാടെ ചേരി തിരിഞ്ഞ് കടുത്ത ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയിലേക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തിയും ചെളിവാരി എറിഞ്ഞുമാണ് ഇപ്പോൾ CPM നേതാക്കൾ മുന്നോട്ടു പോകുന്നത്. ഒരുപക്ഷെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടത്തോൽവി സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ CPM ഇപ്പോഴും പിണറായി വിജയൻ എന്ന ഒരൊറ്റ ഏക ശബ്ദത്തിന്റെ കീഴിൽ മാത്രം അടിമപ്പെട്ടു പോയേനെ. എന്നാൽ ഈ വലിയ തോൽവിയോടെ പിണറായി വിജയന്റെ ആ ഒരു ഏകാധിപത്യം പൂർണ്ണമായും അവസാനിച്ചു എന്ന് വേണം പറയാൻ. അതിനുള്ള ഏറ്റവും പുതിയ തെളിവാണ് പാർട്ടിയുടെ ഹൃദയഭൂമിയായ കണ്ണൂരിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിൽ ഗുരുതരമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നേരിട്ട് പരാതി പോയിരിക്കുകയാണ്. യാതൊരുവിധ സംഘടനാ മര്യാദയും പാലിക്കാതെയാണ് KK രാഗേഷിനെ തന്നിഷ്ടപ്രകാരം തെരഞ്ഞെടുത്തതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒരു പരാതി. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും അംഗമല്ലാത്ത ഒരാളെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ജില്ലാ സെക്രട്ടറിയാക്കി വാഴിച്ചതെന്ന് വ്യക്തമാക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പിണറായി വിരുദ്ധ പക്ഷത്തുള്ള ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് അതീവ രഹസ്യമായി ഇമെയിൽ മുഖാന്തരം MA ബേബിക്ക് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിനെ പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അന്ന് തന്നെ പാർട്ടിയിലെ പല ഘടകങ്ങളിലും കടുത്ത അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിണറായിയെ പേടിച്ച് അന്ന് ആരും ഇതൊന്നും പരസ്യമായി ഉന്നയിച്ചിരുന്നില്ല എന്ന് മാത്രം. എന്നാൽ പാർട്ടിയുടെ തട്ടകമെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉൾപ്പെടെ ഇത്തവണ കനത്ത പരാജയം നേരിട്ടതോടെയാണ് രാഗേഷിനെതിരെയും അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന പിണറായിക്കെതിരെയും വിമർശനം വൻ രീതിക്ക് ശക്തമായത്. പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി പിണറായി വിജയനെതിരെയുള്ള കടുത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ രാഗേഷിനെതിരെ അണികൾ തിരിച്ചുവിട്ടതെന്ന് വേണം കരുതാൻ. KK രാഗേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റിന് താഴെയും സ്വന്തം അണികളുടെ വക കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനരാജിനെ അനുസ്മരിച്ച് രാഗേഷ് പങ്കുവച്ച കുറിപ്പിന് താഴെ ഉൾപ്പെടെ അണികളുടെ കടുത്ത അമർഷവും പരിഹാസവും പരസ്യമായി പ്രകടമായിരുന്നു. തോൽവിക്ക് കാരണം പിണറായിസമാണെന്ന് വിളിച്ചു പറയുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് KK രാഗേഷ് മുൻപ് നടത്തിയ പ്രതികരണം കണ്ണൂരിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി തള്ളിക്കളഞ്ഞിരുന്നു. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അവർ അത് വ്യക്തമാക്കട്ടെ എന്ന് EP ജയരാജൻ വെല്ലുവിളിച്ചപ്പോൾ രാഗേഷ് പറഞ്ഞതിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ലെന്നും ആവിലുമില്ല ദുനിയാവിലും ഇല്ലെന്ന നിലയിൽ വെറുതെ സംസാരിക്കരുതെന്നുമായിരുന്നു PK ശ്രീമതി പരിഹാസത്തോടെ പ്രതികരിച്ചത്. പോർട്ട് MDയെ മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു KK ശൈലജയും. സ്വന്തം നാട്ടിലെ മുതിർന്ന നേതാക്കൾ പോലും KK രാഗേഷിനെ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിപ്പറയുമ്പോഴാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിനെതിരെ ഔദ്യോഗികമായി ദേശീയ നേതൃത്വത്തിന് പരാതി പോകുന്നത്. പിണറായി വിജയൻ കാണിച്ച ഏകാധിപത്യത്തിന്റെ എല്ലാ നയങ്ങളും ഒന്നൊന്നായി സ്വന്തം കോട്ടയിൽ തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. പരസ്പരം ചെളിവാരി എറിയുന്ന ഈ ഒരു രാഷ്ട്രീയ ശൈലി കൊണ്ട് കമ്മ്യൂണിസം ഇപ്പോൾ തകർച്ചയുടെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുകയാണ്. ചുരുക്കത്തിൽ അഹങ്കാരവും ഏകാധിപത്യവും കൊണ്ട് സ്വന്തം പാർട്ടിയെ നാശത്തിലേക്ക് നയിച്ച പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നോമിനിയായ KK രാഗേഷിനും ഇനി കണ്ണൂരിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഈ ഒരു പരാതി പ്രളയം വ്യക്തമാക്കുകയാണ്. ഭിന്നത രൂക്ഷമായ ഈ ഒരു പ്രസ്ഥാനത്തിന് ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യവുമാണ്.